ഗുഡ് മോർണിംഗ്. 20 ജൂൺ 2026. ഇന്ന് ഉറക്കണിക്കാൻ ശകലം താമസിച്ചു പോയി. സംഭവം 7 മണി 7:30 ആവുന്നുണ്ട്. കിങ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സംഭവം കടലിൽ കൂടി കപ്പലോട്ടിച്ച് നമ്മളെ പൈറേറ്റ്സ് ഓഫ് കരീബിയനൊക്കെ പോലെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ മൂവ്മെൻറ്റ് ട്രെയിനിങ് ആണ് ഇതായി കാണുന്ന ലെഫ്റ്റ് റൈറ്റൊക്കെ നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഡൗണിൽ കാണുന്ന ആരോസ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് ചെറിയ ഈ ലൊക്കേഷനിലൊക്കെ എത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പോലെ നമുക്ക് തരുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പിന്നെ യുദ്ധം ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പീരങ്കി വെടിവെക്കാനും മറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഷിപ്പ് റിപ്പയർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം അങ്ങ് കടലിലൂടെ അങ്ങ് പോവുക, യുദ്ധം ചെയ്യുക. നേരിട്ട് യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഷിപ്പ് ചൂസ് ചെയ്യുന്ന ഒരു പരിപാടി. ഒത്തിരി ഉള്ളതിലൊരു നല്ല കപ്പലെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് യാത്ര തുടങ്ങുന്നു. സംഭവം ഇനി അങ്ങോട്ട് കടുപ്പമാണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ റെഡ് കാണുന്നതെല്ലാം ആക്ച്വലി ശത്രു കപ്പലുകളാണ്. സംഭവം കുറച്ച് കടുപ്പമാണ്. അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കും വേഗത്തിലൊന്നും ആ ഷിപ്പ് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ മറ്റേ കാറൊക്കെ ഗിയർ മാറി പോകുന്ന പോലൊരു ഇതാണ് നോക്കുന്നത്. പക്ഷേ അവർ അത് പോകുന്നത് ഈ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതൊരു സ്ലോ മോഷനിലാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബട്ടൺ വെച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ ബാക്ക് ആരോ ഇത് ചെയ്താൽ സ്റ്റോപ്പിലോട്ടും പോകും. ഇതിൽ ഏറ്റവും വലിയൊരു ഗ്രാഫിക്കലൊരു ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ആക്ച്വലി ഈ പായ്ക്കപ്പലായതുകൊണ്ട് അതിൻ്റെ കടൽ വായ ഉയരുകയും താഴേക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്കിതാ നേരിട്ട് നല്ല ഒറിജിനൽ അറ്റാക്കുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. 4 വാക്കിനും വന്ന് ആൾക്കാർ നമുക്ക് പീരങ്കി ഉണ്ടകളാൽ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം സത്യത്തിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. സംഭവം അതായത് പീരങ്കി ഉണ്ട ലോഡാവാനായിട്ട് എടുക്കുന്ന ഒരു സമയം ആ റൈറ്റ് സൈഡ് ഡൗണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നും പിന്നും നോക്കേണ്ട. നമ്മളും അടി തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. ആവശ്യത്തിൽ കൂടുതൽ ഡാമേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഡാമേജ് ക്ലിയർ ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു ചുറ്റിക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കപ്പൽ ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ആക്ച്വലി നമ്മളിപ്പോഴും നമ്മളും നമ്മുടെ കൂടെ ഉള്ള അനുകൂലമായിട്ടുള്ള മറ്റ് കുറച്ച് ടീമുകൾ കൂടെ ഉണ്ട്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് സത്യത്തിൽ ജയിച്ചിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ ഇനിയും എനിക്ക് തോന്നുന്നു 2-3 ചെറിയ ഷിപ്പുകൾ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് നമുക്കിത് ആ റൈറ്റ് സൈഡ് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും. ഒരു 2 എണ്ണം ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ മാപ്പ് നമുക്ക് മുകളിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ബ്ലൂ എല്ലാം നമ്മളാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. റെഡ് അവരാണ്. ആക്ച്വലി നമ്മുടെ ബാക്കിൽ നമ്മുടെ മറവിൽ ഈ റെഡ് ആർമി അല്ലെങ്കിൽ റെഡ് അവരുടെ ഓപ്പോസിറ്റ് ടീമുകൾ നിൽപ്പുണ്ട്. അവരെ കൂടെ നമ്മൾ തട്ടണം. ആ തട്ടാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ. ഇത് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒന്ന് കറങ്ങി നോക്കിയാണ്. സംഭവം ഇത് എങ്ങനെ കൊള്ളാമോ. അവിടെ ഒരു നീലത്തിമിംഗലത്തിൻ്റെ ഒരു ഫോസിൽ അസ്ഥി കൂടെ കിടപ്പുണ്ട്. അത് കാണാനാണ് സത്യം പറഞ്ഞാൽ പോയത്. എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാനേ. നമ്മുടെ ഒപ്പോണൻസ് 2 പേര് അവിടെ റെഡ് കറങ്ങുന്നുണ്ട്. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കിതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. നമ്മൾ കുറച്ച് പീരങ്കി ഉണ്ടകൾ എറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് കണ്ടറിയാം. ബ്ലൂവിലോട്ടൊരു കാരണവശാൽ വെടിവെക്കരുത്. നമ്മുടെ ആൾക്കാരാണ്. അവിടെ ഒരു മറവിൽ കൃത്യം പറഞ്ഞാൽ പാറയുടെ മറവിൽ 2 ഒപ്പോണൻസ് ഉണ്ട്. അവർ നമ്മുടെ ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കും കൂടെ അങ്ങോട്ട് ചെന്ന് തുരുതുരുതുര കുറേ വെച്ചിട്ടുണ്ട്. ഇപ്പം മിക്കവാറും കത്തിയും. അവരുടെ സ്കോർ കുറയുന്ന, ലൈഫ് കുറയുന്നത് നമുക്ക് ആ ആരോയിൽ വെച്ച് കാണാൻ പറ്റും. എത്രമാത്രം അവരുടെ സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതോടുകൂടി അവന്മാരുടെ 3 ഭാഗത്തുനിന്നും അറ്റാക്ക് അവർ നേരിടുന്നുണ്ട്. ആദ്യത്തെ ഒരുത്തനെ നമ്മൾ ഇപ്പോൾ പൊട്ടിക്കും. അവർ തിരിച്ചും വിടുന്നുണ്ട്. നമ്മുടെ കപ്പലിന് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തു. അപ്പോൾ തന്നെ മെയിൻ്റനൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അങ്ങനെ ഒരുത്തനെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവനെ കൂടെ ക്ലിയർ ചെയ്യണം. അവൻ ഉള്ള വെപ്പൺ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് അടി കൊള്ളാതിരിക്കാനും നമ്മൾ നോക്കണം. സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ആ പായ നിവർന്ന് വന്നത്. ഇതോടുകൂടി അവനെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മിഷൻ അക്കംപ്ലിഷ്. ഹാവ് എ ഹാപ്പി ഡേ. ഇതിൻ്റെ ബാക്കി വീണ്ടും കാണാം. താങ്ക് യു.